വായിച്ചേ കൊള്ളാന്ന് തോന്നുന്നു. ആ വചനം എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. വേഗം വേഗം. ചിലത് പഴയ പാടാ പുതിയ പാടാണ് തേടുന്നത്. മതി. മൂന്നാമത്തത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നാത്തിനാ മറുപടി വരാത്തെന്നാ? പ്രാർത്ഥനയിൽ എന്നാ ഉണ്ട്? ഒത്തിരി സംശയമുണ്ട്. എന്നാത്തിന്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന കാര്യം നിനക്ക് എന്നാ ചെയ്യും? ഈ എക്സാമിൽ പോകുമ്പോഴേ ദൈവമേ ഞാൻ പാസ്സാവോ പാസ്സാകത്തില്ലയോ, നടക്കുവോ നടക്കത്തില്ലയോ എന്ന് നീ പോയാൽ നിനക്ക് സംശയരോഗം ഉണ്ടെന്ന് അർത്ഥം. ഏത് രോഗത്തിനും മരുന്നുണ്ട്, ഈ രോഗത്തിന് മരുന്നില്ല. അതെ ഞാൻ പറയുന്നത്. ഇതേ ഇത്രയോ നാളായിട്ട് എന്നെ ഇവിടെ പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ടല്ലോ, എന്നെ ഇവിടെ പാടുന്നവരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവരെയൊക്കെ ഞാൻ ഇവിടെ കാണുന്നേ ഇല്ലല്ലോ ഈ ലോകത്ത്. പക്ഷെ ദൈവം എനിക്ക് നല്ല കാശ് തന്ന്, നല്ല ശുശ്രൂഷ തന്ന്, നല്ല ഡ്രസ്സ് തന്നതിന്റെ കാരണം ഒന്ന് പറയട്ടെ, ഞാൻ ദൈവത്തിനെ സംശയിച്ചിട്ടേ ഇല്ല ഇതുവരെ. അതെ, എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാ. എനിക്കൊക്കെ ഹിന്ദി വായിക്കാനോ അറിയത്തില്ല, എഴുതാനോ അറിയത്തില്ല. എന്റെ അടുത്തൊക്കെ ആരെങ്കിലും ചോദിച്ചാ തുമാറാന നാം ക്യാ ഹേ എന്ന് ചോദിച്ചാ ഞാൻ മോന്ത നോക്കി ചിരിക്കാതെ തന്നെ പറയും തൂക്ക് പൊട്ടി ചാഹേന്ന്. എനിക്ക് ഇത് തവിര വേറെ ഒന്നും അറിയത്തില്ല. ഒരു ദിവസം ബീഹാറിൽ പാഗൽപൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയപ്പോ ഹിന്ദിക്കകത്ത് പോയി എല്ലാവർക്കും സുവിശേഷം പറയണം. അപ്പൊ അവിടെ എനിക്ക് കോച്ചിങ്ങിന് ക്ലാസ് എടുത്തപ്പോ തന്ന് ആ പാസ്റ്റ് ഈശോക്കോ പ്യാർ കർത്താകെ പച്ചിക്കെ പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മാത്രം എനിക്ക്, ഞാൻ രാവിലെ ഇരുന്ന് വൈകിട്ട് വരെ ഒരേ മനപ്പാടം. അടുത്ത നാള് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പോയപ്പം ഒരു നല്ല കൊച്ച്, സുന്ദരിയായ കൊച്ച് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഈശോ ഒന്നും മറന്നുപോയി. എന്നാ പറഞ്ഞ പ്യാർ കർത്താകെ എന്ന് പറഞ്ഞു. ഉടനെ ആ പുള്ളിക്കാരി അവർ അച്ഛനെ വിളിച്ചിട്ട് വന്ന് ഞമ്മക്കിട്ട് അടിക്കാൻ വന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ പോയി ആ പാസ്റ്ററിനോട് പറയുക, പാസ്റ്റർ ഇന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി ഭയങ്കര എതിർപ്പായിരുന്നു. എടാ ഇത്ര നാള് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു എതിർപ്പില്ല, നീ എന്നാ പറഞ്ഞെന്ന്? ഞാൻ പ്യാർ കർത്താകെന്ന് പറഞ്ഞു. പ്യാർ കർത്താകെന്ന് എന്നാ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ഞാൻ ഹിന്ദിക്കകത്ത് ഒത്തിരി പാട്ട് പാടും, നല്ലപോലെ പാടും. ഹിന്ദി അറിയുന്നവൻ പാടുന്നതോടെ പാടും. प्रेम करूंगा आवर सादा आराधना करता रहूंगा पूरे मनु से आराधना पूरे पलू से प्रेम करूंगा आराधना അറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഹിന്ദി പാട്ട് പാടിയപ്പം അവിടെ ഇരുന്ന് ഒരു ഭൂതം ഇളകി. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞേ, എനിക്ക് സംശയരോഗമില്ല. ഞാൻ എവിടെ പോയി നിന്നാലും ദൈവമേ നീ ഇറങ്ങിയാൽ അവിടെ ഉള്ള എല്ലാ ബുദ്ധിശാലിയും മണ്ടത്തരമായി പോകുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയത് എന്നതാ വേണ്ടിയെന്ന് അറിയട്ടെ? വിശ്വാസം വേണം. തോമായെടുത്ത് ദൈവം പറഞ്ഞത് എന്നാ? തോമാടുത്ത് ഞാൻ തോമാവിടെ ഭാഗ്യശാലിയ നമ്മള് നിറയെ പേര് ഇവിടെ തോമായിട്ടുണ്ട്. എങ്ങനെയാന്ന് പറയട്ടെ, യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്ന ഉടനെ 11 പേർക്ക് ദർശനമായി. അപ്പൊ ഇവ 11 പേര് ആരെ കണ്ട്? യേശുവിനെ കണ്ട്. ഇവ അപ്പം ഭാഗത്ത് അവിടെ ഇല്ല. അപ്പൊ ശീശരൊക്കെ വന്ന് അവന്റെ അടുത്ത് പറയുവാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടല്ലോ എന്ന്. അവൻ പറയുന്നു, നീ പറയുന്നതൊക്കെ ഞാൻ എന്നാ ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല. ഞാൻ കണ്ണാലെ കണ്ടാൽ മാത്രമോ, അത് കഴിഞ്ഞാണ് വിശ്വാസം നോക്കിയ. ഞാൻ കണ്ടാൽ മാത്രമല്ല, ഞാൻ തൊട്ട് നോക്കണം. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടത് കാരണം കൊണ്ട് വിശ്വസിച്ചു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അനേകർ ദൈവത്തെ കണ്ടിട്ടില്ല. കാണാതെ വിശ്വസിക്കുന്ന നീയും ഞാനുവാ ഭാഗ്യശാലി എന്ന് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് നീ ഇതിന്റെ ഭവനം എങ്ങനെയാകും?
നിന്റെ ഫ്യൂച്ചർ എങ്ങനെയാകും, നിന്റെ ശുശ്രൂഷ എങ്ങനെയാകും എന്ന് പറഞ്ഞ് നിനക്ക് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കാണാതെ ദൈവത്തെ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ബലത്ത കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൂത പറയുക. അതെ, ഫ്യൂച്ചറെ കുറിച്ച് ഭാരമായിരിക്കും. അടുത്ത് എന്നാ ചെയ്യാൻ പോകുന്നെന്ന് അറിയത്തില്ലായിരിക്കും. ഒരേ കൺഫ്യൂഷൻ ആയിരിക്കും. എല്ലാ സാഹചര്യവും നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്നേ ഒന്ന് പറഞ്ഞോ, ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യസന്ധമുള്ള ദൈവം. എന്നെ ഒരുപോലും നിരാശയായി തോറ്റുപോകാനായിട്ട് ദൈവം ഇടത്തില്ല. ഒരു ദിവസം വരും, ഞാൻ വിശ്വസിച്ചാൽ അതിന്റെ മഹത്വം കാണാം. അതാണ് നമുക്ക് സംശയരോഗം പാടില്ല. പ്രാർത്ഥനയും എല്ലാരും പ്രാർത്ഥിച്ചിട്ട് എന്നാ ചെയ്യുന്നറിയോ, അടുത്ത ആളുടെ അടുത്ത് പോയി ചോദിക്കും, എനിക്ക് വേണ്ടി ഇച്ചിരി എന്നാ ചെയ്യണം, പ്രാർത്ഥിക്കണം. പറയുന്നത് തെറ്റില്ല, പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ പറയാം, ഇന്നുവരെ ഞാൻ ദൈവത്തെ സംശയപ്പെട്ടിട്ടേ ഇല്ല. 1 രൂപ ഇല്ലാതെ ഞാൻ ഇരുന്ന നാൾക്കളുമുണ്ട്. ലക്ഷങ്ങൾ കയ്യെ വെച്ച് ഞാൻ വച്ച നാൾക്കളുമുണ്ട്. പക്ഷെ അന്നും ഇന്നും ദൈവം എനിക്ക് നല്ലവനായിട്ടേ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നിങ്ങൾക്ക് നടക്കുമ്പോൾ വിശ്വസിക്കുന്നതിന്റെ പേര് വിശ്വാസമല്ല. എതും ഇല്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നതിന്റെ പേരാ ഫെയ്ത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബ്രഹാമിന്റെ ശരീരം ചെത്തുപോയി, സാറാളുടെ കറുപ്പ് വിഴുന്നുപോയി, ചാൻസേ ഇല്ല. പക്ഷെ എല്ലാരും അവനെ നോക്കിയപ്പോ ചിരിച്ചു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ദൈവം ആരുടെ വിശ്വാസം നോക്കിയാ 100 വയസ്സ് കൊച്ചു കൊടുത്തെന്നറിയാവോ? ആബ്രഹാമേ, എല്ലാരും ചിരിച്ചല്ലോ, നീ വിശ്വാസം കണ്ട് നീ ദൈവത്തെ വിശ്വസിച്ചല്ലോ, എല്ലാം കണ്ട് ചിരിച്ചില്ലേ? ഞാൻ നിന്റെ വിശ്വാസം നോക്കിയ ആർക്കും ചെയ്യാത്ത കാര്യം എനിക്ക് ചെയ്തെന്ന് പറഞ്ഞത്. ഒത്തിരി പാസ്റ്റർമാരിന് കൂടെ ആ വിശ്വാസം ഇല്ല. അതെ, ഇറങ്ങി ഇന്ന് പാസ്റ്റർമാർ ഒത്തിരി പേര് ബ്രോക്കർ പണിക്ക് ഇറങ്ങി. എന്നാൽ ഇവിടെ പെണ്ണുണ്ട്, അവിടെ നിറയെ പേര് ലാൻഡ് ബിസിനസ് ഇറങ്ങി. നിറയെ പേര് ഈ വീട്ടിൽ പോയാൽ 100 രൂപ കിട്ടുവോ, ആ വീട്ടിൽ പോയാൽ 100 രൂപ കിട്ടുവോ. ഞാൻ പറയുന്നു, ഇത്ര നാളായിട്ട് ശുശ്രൂഷയിലുണ്ട്. 17 വയസ്സിരുന്ന് എന്റെ ദൈവം എന്നെ വിളിച്ചതാ. നാളെ 34ാമത്തെ വയസ്സാകാൻ പോകുന്നു. ഇന്നു വരെ ഒരാളുടെ അടുത്തും എനിക്ക് ഇത് താന്ന് ഞാൻ ചോദിച്ചു മേടിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞാ, എന്റെ ദൈവം എന്നെ വിശ്വസിച്ച് ഞാൻ നടന്നപ്പോ ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ നിങ്ങളോട് പറയാം, ഒന്നുമില്ലെങ്കിലും വിശ്വാസം ഉണ്ടായാൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ സാഹചര്യമൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. സത്യമായിട്ടുള്ള പ്രവചനം എന്നാന്നറിയാമോ? സത്യമായിട്ടുള്ള പ്രോഫസി എന്നാന്നറിയാമോ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നതാ ഒറിജിനൽ പ്രോഫസി. അതെ, ദൈവം യോസേപ്പോട് എന്നാ പറഞ്ഞേ? 12 അരികെട്ടു നിന്നെ എന്നാ ചെയ്യും, വണങ്ങൂന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്നായി? അത് നടന്നോ? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാ എല്ലാം നടന്നേ. ലാസ്റ്റിൽ എന്നാ ചെയ്തു? എല്ലാം നിറവേറി. ഇന്ന് ദൈവം എനിക്കിത് ഒത്തിരി വാഗ്ദത്തം തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ മറുവശമായിരിക്കും എല്ലാം നടക്കുന്നത്. ഞാൻ ഒരു സത്യം പറയാൻ ചേട്ടാ, നിങ്ങൾ നല്ലപോലെ കൈത്തട്ട് വേണമെങ്കിൽ പറയാം, ഇപ്പോഴല്ല ഞാൻ പറയാം. എല്ലാരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ എന്നാ ചെയ്യത്തുള്ളൂ മക്കളെ? ആൻസർ എഴുതിയിട്ടുള്ളൂ. പക്ഷെ എന്റെ ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആൻസർ എഴുതിയിട്ടാ ക്വസ്റ്റ്യനൊക്കെ അതിന്റെ പിമ്പേ വരാൻ പറയുന്നു. അതെ, ദൈവം എന്നാ പറഞ്ഞു യോസേപ്പോട്? 12 അരികെട്ട് നിന്നെ നമസ്കരിക്കുമെന്ന് പറഞ്ഞിട്ടല്ല അവന് കുഴി വന്നത്, അവന് ചെയ്യാത്തതൊക്കെ കുറ്റം വിധിച്ചത്. ഇതൊക്കെ ദൈവത്തിന് ആൻസർ എഴുതി നിന്റെ ഉള്ളം കയ്യിൽ എഴുതിയിട്ടുണ്ട് ദൈവം. പക്ഷെ അതൊക്കെ നിനക്ക് കാട്ടിയാൽ നിനക്ക് നെഹളം വന്നു പോകും. അത് കാരണം കൊണ്ടാ ദൈവം അത് മൂടി വെച്ചേക്കുന്നത്. ഈ ദൈവത്തിനോട് സംശയപ്പെടാതെ ഇരിക്കുമ്പോ അപ്പം ദൈവം തുറക്കും. അപ്പം തുറക്കും ദൈവം. ആരെങ്കിലും ദൈവമേ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ സംശയമായിട്ടുണ്ടെങ്കിൽ, ഭയങ്കര ഡൗട്ടാ, ഞാൻ തലയിലൊക്കെ കൈവച്ച് പറയത്തില്ല, പക്ഷെ ഞാൻ പറയുക ഭയങ്കര ഡൗട്ടാ, ഞാൻ പാസ്സാവോ, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒന്നേ ഒന്ന് പറയാ, ദൈവത്തിന് നോ എന്ന് പറയുന്നതില്ല.
ദൈവത്തിന് എല്ലാ യെസ്സോ ഉള്ളൂ. അങ്ങനെ ദൈവം നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതം അല്ലാത്തതിനായിരിക്കും നോ പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, സംശയം പാടില്ല. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ പറയുക, ഞാൻ ദൈവത്തോട് മറ്റവർക്കൊക്കെ എങ്ങനെയാന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് പറയുക, എന്റെ അടുത്ത് എന്നോട് എല്ലാരും ചോദിക്കുക, വെച്ചാൽ ഇത് എങ്ങനെ നിനക്ക് ഉണ്ടായി, ഇതൊക്കെ എങ്ങനെ നിനക്ക് സംഭവിച്ചു, ഈ കോണ്ടാക്ട് ഒക്കെ നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്റെ അടുത്ത് എല്ലാരും ചോദിക്കും. നീ എല്ലാ തരികടയും ചെയ്തിട്ടുണ്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു തരികടയെ അറിയത്തില്ല. എനിക്ക് അറിഞ്ഞ ഒരേ ഒരു തരികട വിശ്വസിക്കുന്നത് മാത്രം. ഹല്ലേലൂയ. ദൈവത്തെ അങ്ങനെ ഞാൻ വിശ്വസിക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. എന്റെ ദൈവം അത് എനിക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്ത കാരണം ഭയങ്കര സംശയമാണ്. ഡൗട്ട്. ഞാൻ ചോദിക്കുന്നു, പത്രോസോട് ദൈവം പറഞ്ഞ് കടലിൽ നടക്കാൻ. ദൈവമെല്ലാം പറഞ്ഞ് എനിക്ക് കടലിൽ നടക്കാൻ എന്നാ ചെയ്യുന്നുണ്ട്, ആഗ്രഹമുണ്ടെന്ന്. ദൈവം പറഞ്ഞ് നീ നടന്നു പാടാണ്. അവൻ നടന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ കാല് വെച്ച് ഇടവൊക്കെ കല്ലായി മാറിയാൻ വെച്ചു ഇല്ലേ? കല്ലേ അവൻ ചവിട്ടിയപ്പോഴാ എന്നെ താന്നു പോകാത്ത. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്നായിപ്പോന്ന് അറിയാവോ? അവൻ താന്നു പോകാൻ ഇടയായി. ജീവിതത്തിൽ അവിടെ നോക്കി ഇവിടെ നോക്കി സൈഡിൽ നോക്കി അവര് പറഞ്ഞു ഇവര് പറഞ്ഞെന്ന് നോക്കാതെ യേശുവിനെ നോക്കി മാത്രം ഓടിയ തോക്കണ്ട ഇടത്തും പരാജയപ്പെട്ട ഇടത്തും ഇന്ന് ഞാൻ പറയുക, ആത്മാവില് ദൈവം എന്നെ ഈ പോയിന്റ് ഇരുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആരൊക്കെയാണ്ടോ പരാജയപ്പെട്ട്, ആരൊക്കെയാണ്ടോ നഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ എൻ ദൈവം തോക്കാൻ വിടത്തില്ല. തോറ്റതുപോലെ സിറ്റുവേഷൻ ഉണ്ടാകും. ലാസ്റ്റ് നിന്നെ ദൈവം ജയിക്കാൻ വയ്ക്കും. അങ്ങനത്തെ ദൈവത്തെയാ നീയും ഞാനും ആരാധിക്കുന്നെന്ന് മറന്നേക്കല്ലേ.